ഇത് വേടി കൊടുക്കടാ. കറി വെക്കാൻ കൂടി സമയമില്ലേ? അതല്ല, എനിക്ക് ഉപ്പിൽ വന്ന് ഇറച്ചിട്ട് ചോറിനത് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിൽ വന്ന ഇറച്ചിയും നെയ്യൊക്കെ കൂടിയിട്ടുള്ള ഇറച്ചി എടുത്ത് ചോറിൻ്റെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക അമ്മും കഴിക്കാന്. ഇതൊന്നും മിണ്ടൂലടാ. അതാണ് ഞാൻ ഈ പാത്രത്തിൽ എടുത്തത്. ഞാൻ അവിടെ ഇരിക്കണ്ട സ്റ്റീൽ പാത്രം, അതിനകത്ത് എടുത്തു കഴിഞ്ഞോണ്ട് നോക്കിയപ്പോ അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മു മോന് ഇഷ്ടമാണോ ഉപ്പിലെന്താ ഇറച്ചിട്ടി? ആ മമ്മി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മൂന് കൊടുത്ത് അപ്പൊ ഞങ്ങളുടെ ചോറിട്ട് ഇങ്ങനെ അതൊരു ഉപ്പല്ലേ. നിങ്ങളെല്ലാരും ഒന്ന് കഴിച്ചു നോക്കിക്കോളൂല്ലേ? നല്ല ഉപ്പും ഇങ്ങനെ ചോറിന്റെ കൂടെ കഴിക്കാം. പിന്നെ പുട്ടിന്റെ കൂടെ കഴിക്കാം. പുട്ട് നമ്മ വീഡിയോ ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടാ? ഒന്നും സ്വയമായിട്ട് വേണമെന്ന് എൻ്റെ മോള് പറയില്ല. അതിപ്പോ ഞാൻ എടുത്തപ്പോ ചോദിച്ചപ്പോ ആന്ന് പറഞ്ഞു. അപ്പൊ അതിന് കൊടുത്തു കൊടുത്തു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉപ്പിലെന്തെറിച്ചു കിട്ടി ചോറിന്. ഹലോ മക്കളെ, അപ്പൊ മമ്മിയും അമ്മൂസും കൂടി ഉപ്പിലെന്താ ഇറച്ചി കൂട്ടി ചോറ് നിന്ന് കഴിഞ്ഞിട്ട് കാലത്ത് ഇപ്പതേ വൈകുന്നേരമായി. മമ്മി നങ്ങയല്ല ഞങ്ങ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ അമ്മൂന് ഒരു താല്പര്യം ഒരു മിച്ചർ ഉണ്ടാക്കണം. നിങ്ങൾ കണ്ടത് ഒരു സിമ്പിൾ മിച്ചർ. അപ്പൊ അത് ഉണ്ടാക്കാന്ന് കരുതി ഞങ്ങ. പിന്നെ നോക്കിയേ, മമ്മിയുടെ ഡ്രസ്സ് അകത്ത് നിന്നെടുത്തേനോ ഇല്ലേ. മമ്മിയുടെ ഉടുപ്പ്, പുതിയ ഉടുപ്പ്, 3 ഉടുപ്പ് തയ്ച്ചു മമ്മി. അടിപൊളിയായില്ലേ? 3 കൂടി 1380 രൂപ. തുണി തന്നെ ആള് തന്നെ എടുത്ത് ആള് തന്നെ തയ്ച്ച് മമ്മി പറഞ്ഞു കൊടുത്ത. പക്ഷെ അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. ബാക്കിൽ ഫ്രില്ലില്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ തയ്ച്ചയാള്. സൂപ്പറാണ്. നിർമ്മൽ ഷൈനി ഇത് ഉടുപ്പ്. നമ്പർ മമ്മി വെച്ചിട്ടില്ല. മമ്മിനോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ആളിങ്ങനെ പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞേ. കുരിശുപള്ളി, ഞങ്ങളുടെ കുരിശുപള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ 2 കട ആളെടുത്ത് തയ്ക്കാണ്. നിർമ്മൽ ഷൈനി എന്നാണ് പേര്. അവിടെ ആ കുരിശുപള്ളിയുടെ അവിടെ ചെന്ന് ചോദിച്ചാൽ കാടൂറ്റിൽ. അതല്ല, നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ മക്കള് നൈറ്റിയുടെ കമൻറ്റ് ഇട്ടോളൂ. നമ്പർ ചോദിച്ചപ്പോൾ മമ്മി തരാം. അപ്പൊ നമുക്ക് മിച്ചർ ഉണ്ടാക്കണ ഇതിലേക്ക് പോകാം. അമ്മൂസാണ് പറയാൻ പോണേ. പറയട്ടെ? വളരെ കുറച്ച് സംഭവങ്ങളെ മതി. അവല്, പിന്നെ കഷ്ണണ്ടി, ഇത് കപ്പലണ്ടി, പൊട്ടുകടല, ഇത് വെളുത്തുള്ളി ചതച്ചത്, വേപ്പില, 2 വറ്റൽമുളക്. നമുക്ക് ഇതിനകത്ത് കൂടെ ചാറ്റ് മസാല. പോരായികളുള്ളത് മമ്മി പറഞ്ഞുതരും, മമ്മി പോരായികളുള്ളത് അമ്മ പറയും. ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഇനി ഇടാം. ബദാം വേണമെങ്കിൽ ഇടാം, മറ്റേ കിസ്മിസ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇടാം. നമുക്കിപ്പോ ഇവിടെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണം. പിന്നെ ചാറ്റ് മസാല ഇത് നമുക്കിവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തു. അല്ലെങ്കിൽ നമുക്ക് അതിന് വേറൊരു മസാല ഉണ്ടാക്കാം. അത് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ തുടങ്ങാം. അപ്പൊ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി എണ്ണ ഇട്ടോ. അപ്പൊ നമുക്ക് എണ്ണ മുട്ടിപ്പിക്കാം. അപ്പൊ ഇതുപോലത്തെ അരിപ്പേല് പറഞ്ഞോ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അവല് വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ അരിപ്പില്ലേ, നമ്മൾ ഈ അവല് ഇതിനകത്തിട്ട പെട്ടെന്ന് മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ കോരി എടുക്കാൻ പണിയാണ്. അപ്പൊ നമ്മളെല്ലാനും എടുക്കണത് ഈ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടാണ് കേട്ടാ. കാണിച്ചു തരാമേ. എന്തായാലും തീ ലേശം കുറച്ചിട്ട് ഇടട്ടെ. മമ്മി ഇടോ? അതിനകത്തിട്ട് ഇതിങ്ങനെ ഇട്ടേ നമുക്കിട്ടോ. കൈമുട്ടോന്ന് ദൈവത്തിന്. അതിനാണ് മമ്മി ഇത് തന്നത്. കണ്ട ഇതിന് നീളം കണ്ട. ഇങ്ങനെ വറുത്തെടുക്കണം മക്കളേതേ. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുക. ഞങ്ങൾക്ക് എണ്ണ കുറവ് ഇട്ടുള്ളൂ ചട്ടിയിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതന്നെ, ഇത് അധികം അങ്ങനെ മുങ്ങി വറക്കണം അങ്ങനെ ഒന്നും ഇല്ല. ജസ്റ്റ് നമുക്കൊന്ന് വറുത്ത് കിട്ടിയാൽ മതി. ഇത് കരിഞ്ഞു വരുത്, ജസ്റ്റ് വറുത്ത് നല്ലതായിട്ടുണ്ട്. അപ്പൊ മക്കളെ, അവലിതേ നമ്മ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഇനി ഇതേ നമുക്ക് കപ്പലണ്ടി ഇട്ടെടുക്കാം. ഇനി വെള്ളം ഉണ്ടായ വെള്ളം പോകണ്ട. കപ്പലണ്ടി അപ്പൊ നമ്മുടെ കപ്പലണ്ടി വറുത്ത് വന്നിട്ട് നമുക്കത് ഈ അവലിന്റെ കൂടെ എടുത്തിടാം. നെക്സ്റ്റ് ഇനി അടുത്തത് പൊട്ടുകടല. അടുത്തത് ദേ പൊട്ടുകടല, അതും ഇതിലിട്ട് കൊടുക്കാം. നമ്മുടെ പൊട്ടുകടല
വറുത്ത് വന്നിട്ടുണ്ട്, അതും നമുക്ക് ഇതിന്റെ കൂടെ ഇടാം. അടുത്തത് കാഷ്നട്ട്. പിന്നെ നമുക്ക് കാഷ്നട്ട്, വെളുത്തുള്ളിയും വേപ്പിലയും ഒന്നും ഇതാക്കിയിടും. ഇതും വേഗം റെഡിയാവും. മുന്തിരിയൊക്കെ ഇട്ടാൽ നമുക്ക് മധുരം അങ്ങനെ ഒരു ടേസ്റ്റ് ഒക്കെ വരും കേട്ടോ. ഉണക്കമുന്തിരി, ബദാമൊക്കെ ഇടാം, നമ്മുടെ ഇഷ്ടം. ഇത് വേഗം ആവുന്നുണ്ട്. ഇനി ഇത് രണ്ടാക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ അങ്ങനെ ഇട്ടാൽ വേപ്പിലയും വേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും വെളുത്തുള്ളിയും വറ്റൽമുളകും. ഇത് ഇതിന്റെ ഒരു ഫ്ലേവർ കിട്ടാനാണല്ലോ അല്ലേ? അതിന്റെ ഒരു ആ വെളുത്തുള്ളിയുടെ ഒക്കെ വേപ്പിലയുടെ ഒരു ടേസ്റ്റ് വരാനായിട്ട് ഇളക്കല്ലേ പറ്റും. ആയിട്ടുണ്ട് തോന്നതിന് കറക്കണം. മതി. ഇല്ല, മണായിട്ടുണ്ട്. അതും ഇട്ടു. ഓഫ് ചെയ്തോ, തീ ഓഫ് ചെയ്തോട്ടെ. നമുക്ക് ഇതിനകത്ത് ചാട്ട് മസാല ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി ഉപ്പും പഞ്ചസാരയും മുളക് പൊടിയും ഇത്തിരിക്കോളം കായപ്പൊടിയും മറ്റേ മഞ്ഞപ്പൊടിയും കൂടിയിട്ട് മിക്സിയിൽ ഒരു കറക്കാറ് നല്ല പൊടിയാക്കാണ്ട് ജസ്റ്റ് ഇതിന് മേലെ കൂടി ഇട്ട് വിതറി കൊടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കാം. നമ്മുടെ ഇപ്പൊ ചാട്ട് മസാല ഉള്ളതാണ്, അത് ഇട്ടു. വളരെ കുറച്ചിട്ടാ മതി. അറിയില്ല, മമ്മിക്ക് അറിയില്ല, പറഞ്ഞു. മതിയാത് മതിയടാ. ഇട്ടിട്ട് നമുക്ക് നോക്കാം. നമുക്കത് മിക്സ് ആക്കി കൊടുക്കാം. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ, കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കറുമുറായിട്ട് നമുക്ക് നല്ല മിക്സ് ആക്കി കൊടുത്തു. അങ്ങോട്ട് എടുത്താമോ മുളക് പൊടി ഇടണമെങ്കിൽ ഇതിന് ഇത്തിരി റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളറൊക്കെ ആയിട്ട് വരും കേട്ടോ. നമ്മളിപ്പോ ചാട്ട് മസാല ആയ കാരണം നമുക്ക് വെള്ള കളറായിട്ട് കിട്ടും. അപ്പൊ ഒന്നും കൂടി ഇട്ട് കുറച്ചിട്ടു. പിന്നെ ലേശം ഒരു കളറ് എന്ന് വെച്ചാലേ ആ വെള്ളച്ചിരിക്കുന്നു, അപ്പൊ ഒരു കളറാകാൻ വേണ്ടി പോരെ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണുണ്ട്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ മഴക്കാലത്ത് ഇങ്ങനെ അതെ. കട്ടൻ ചായ ജോൺസൺ മാഷ്, കട്ടൻ ചായ ജോൺസൺ മാഷ് പാട്ട്, സംഗീത സംവിധായകൻ ജോൺസൺ മാഷ്. ഒരു കളർ വ്യത്യാസം വന്നു. നമുക്കത് ബൗളിലോട്ട് പകർത്താം. അതന്നെ, ഒരു ബൗളിലേക്ക് പകർത്ത്. ഇത് ബൗളിൽ പകർത്തിയാൽ തിന്നാനുള്ളത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ എല്ലാവരുടെ അഭിപ്രായം പറയണമല്ലോ. അമ്മ കഴിച്ചോക്കട്ടെ തന്നെ, അമ്മ ഉണ്ടാക്കി നോക്കട്ടെ. നല്ല സൂപ്പറാണ്. ആ ടേസ്റ്റ് ചാട്ട് മസാല അടിപൊളിയാ. ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് കരു ഈ അവലൊക്കെ കരുന്ന് പോണം. നല്ല രസം. മറ്റേ മിക്സർ ഉണ്ടാക്കുന്നതിന് എളുപ്പമാണ്. അതെ, കഴിച്ചു നോക്കുക. അടിപൊളി കടനയില്ലേ, എനിക്കിഷ്ടായി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. മറ്റേ മിക്സറൊക്കെ ഉണ്ടാക്കുമ്പോ അത്രയും പണിയൊന്നുമില്ല. എന്റെ പൊന്നു പോയെ. ഹൗസ് ഇറ്റ്. പിന്നെ ചൂടില്ല, ഞങ്ങൾ ചൂടില്ലാണ്ടല്ലേ എടുത്തു. എങ്ങനെയുണ്ട് പോയെ? നല്ല രസല്ലേ? എളുപ്പമാണ്. അധികം അങ്ങനെ എന്താ അപ്പാ മിച്ചറോ മറ്റേ എരിവ് മിച്ചറൊക്കെ നിങ്ങൾ തിന്നണ്ട. ആ എരിവ് മിച്ചറിനേലും ടേസ്റ്റ് എനിക്ക് ഇത് തോന്നണേ. ഇത് പിന്നെ അവലല്ലേ, ഒരു കട്ടൻ ചായയും കൂടി കേടാകാണ്ടിരുന്നോളൂ. വറുത്തിട്ടപ്പോ ടിഷ്യൂ പേപ്പർ ഉണ്ടതായിരുന്നു. പക്ഷെ നമ്മൾക്കേ അല്ലടാ, ഇത് ഒരു ടിന്നിലാക്കി വെക്കാം, തിന്നട്ടെ. അപ്പൊ ഗൈസേ, നമ്മുടെ മിച്ചറിന്റെ പരിപാടിക്ക് ശേഷം അടുത്ത പരിപാടി നമ്മൾ ചിക്കിങ് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനം ദേ വന്നു. ഞങ്ങൾ ഇപ്പൊ കഴിക്കാൻ പോവാണ്. പക്ഷെ റോളക്സ് പണി തരുമോന്നാണ് ഞങ്ങളുടെ ഒരു സംശയം. റോളക്സിന്റെ പണി മാറ്റാം. അപ്പൊ എല്ലാവർക്കും നമ്മൾ വീതിച്ചൊക്കെ അതെന്താ അതൊരെണ്ണം വലുത്? റോളക്സ് പണി തന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
അത് കുറവുള്ളതായതൊന്ന് എടുത്തോട്ടോ. അപ്പൊ കൈസ് നമ്മൾ ചിക്കൻ പങ്ക് വെച്ചു. അടുത്തത് നിരാ നമുക്ക് പൊട്ടിച്ച് നോക്കി നോക്കാം. പൊട്ടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കൈസ്. സാധാരണ പാക്കിംഗ് ഒന്നും അല്ല, ഇത് കുറച്ച് കൂടിയ പാക്കിംഗ് ആണ്. ഇതിനകത്ത് തന്നെ ചിക്കൻ ഐറ്റം പിന്നെ കുഴപ്പമില്ല, സാധനം ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ തിന്നാല കഴിക്കല്ല, അല്ലാതെ വിളമ്പട്ടെ മമ്മി. അത് ശരി, മമ്മി ആള് കൊള്ളാല. ചിക്കൻ വെച്ച് വെച്ച് റോയലിന്റെ പ്ലേറ്റ് ഒക്കെ വലുതായി തുടങ്ങി. ഇനി നമുക്ക് ലാസ്റ്റത്തായിട്ട് നമുക്ക് മറ്റേ സാധനമാണ്, എൻ്റെ പേര് ഫ്രഞ്ച് ഫ്രൈ. അപ്പൊ അതും കുറച്ചുണ്ട്. എനിക്ക് മനസ്സിലായി, ഫ്രഞ്ച് ഫ്രൈ. അതും കുറേശ്ശെ എല്ലാവർക്കും വെച്ചാൽ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ. പക്ഷെ വേറെ കേസ് ഉണ്ട്, നമ്മ അവിടെ പോയി കഴിഞ്ഞാൽ കുറവാണത്. പക്ഷെ പൈസ വ്യത്യാസം വേണ്ടാ. അപ്പൊ നമ്മ ഇതിനട്ടെ ഞാനൊരു പീസ് കഴിച്ചോടാ. ടേസ്റ്റ് പറയാനൊന്നുമില്ല. അപ്പൊ കഴിച്ച് ഞങ്ങളിത് ഇത് കഴിക്കട്ടെ, ഇനി നിങ്ങളെ കാണിക്കണില്ല. അപ്പൊ ഞങ്ങൾ കഴിച്ച് അല്ലമേ. അപ്പൊ മക്കളെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മൂസേ, ഓക്കേ.